രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കും പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് അങ്കിൾ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ ജേക്കബ് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന വാഗ്വാദങ്ങളെ ട്രോളിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. പ്രിയങ്ക വാദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞതോടെ രാഹുൽ യുഗം അസ്തമിച്ചു എന്ന് കരുതി ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും കാർട്ടൂണിസ്റ്റുകളും എന്തിനു പറയുന്നു രാഹുൽ ജിയുടെ പ്രസംഗം കേട്ട് തലതല്ലിച്ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ വരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. രാഹുൽ തന്റെ കോമാളിപ്പട്ടം ഇന്നലെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. 6-7 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് ദ്രോണാചാര്യൻ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചുമാറ്റി. തപസ്യ എന്നാൽ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഒരു വീട്ടിലെ 2 കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ. രസകരമായ കാര്യം, ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ ആർത്ത് ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാൾക്ക് ഇല്ലാതെ പോയി. ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക വാദ്ര പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല, ബോറായിരുന്നു എന്നായിരുന്നു. എങ്ങനെ മനസ്സിലാകാനാണ്? അതിന് മിനിമം ചരിത്ര ബോധമെങ്കിലും വേണ്ടേ? സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റ് പ്രസംഗത്തിൽ ചീത്ത വിളിച്ച മഹതിക്ക് ചരിത്രബോധം ഉണ്ടാകുമെന്ന് കരുതുക വയ്യല്ലോ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ BJPയിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിനു കൂടിയാണ് പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തലമുറ മാറ്റം. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP വൻ വിജയം നേടിയത് 2ാം നിര നേതാക്കളുടെ കരുത്തിലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് മലയാളികൾക്ക് BJPയുടെ കരുത്തരായ 2ാം നിര 3ാം നിര നേതാക്കളെ ഒന്നും അറിയില്ല എന്നതാണ് സത്യം. മോദി ഇല്ല എങ്കിൽ BJP വട്ടപൂജ്യമാണെന്ന് പറഞ്ഞവരുടെ കണ്ണ് തളിച്ച വിജയമാണ് ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്ക് ഉണ്ടായത്. പാർലമെന്റിലേക്ക് നോക്കൂ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പൊളിച്ചടുക്കുന്നത് പുതുതായി പാർലമെന്റിൽ എത്തിയ BJPയുടെ യുവ എംപിമാരാണ്. BJPയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതല്ലി ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറുപടി പറഞ്ഞ് രാഹുലിനെ നാറ്റിക്കുന്നത് യുവ BJP എംപിമാരാണ്. എത്ര ബുദ്ധിപരമായിട്ടാണ് BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് നോക്കൂ. കൃത്യമായി 2ാം നിര 3ാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു, അവർക്ക് അവസരങ്ങൾ നൽകുന്നു, അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വാദ്രയെയും പൊളിച്ചടുക്കുന്ന യുവ എംപിമാരുടെ വീഡിയോകളെല്ലാം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ, ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് അങ്കിൾ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇനിയിപ്പോൾ സോറോസ് അങ്കിളും മാമൻ മാത്യുവും BJPയുടെ ചാരന്മാരാണോ ആവോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം പ്രിയങ്ക വാദ്രയ്ക്ക് ട്രോൾ വർഷമാണ് സോഷ്യൽ മീഡിയയിൽ. 110ലധികം നീണ്ട പ്രസംഗം തന്നെ ബോറടിപ്പിച്ചു. പ്രിയങ്കയ്ക്ക് പ്രധാനമന്ത്രി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാനുള്ള ബുദ്ധി ഇല്ലെന്നും വെറുതെ ജൽപ്പനങ്ങൾ നടത്തുകയാണ് ഗാന്ധി സഹോദരങ്ങളുടെ രീതിയെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നല്ല ചൂരൽ കഷായമാണ് ആങ്ങളയ്ക്കും പെങ്ങൾക്കും ആവശ്യമെന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. പുതിയ വയനാട് എംപിയെങ്കിലും പുതുതായി എന്തെങ്കിലും പറയൂ എന്നും വിമർശനം ഉയരുന്നുണ്ട്. ഇന്നലെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനും നെഹ്റു കുടുംബത്തിനുമെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരുന്നു. ഒരു കുടുംബം 55 വർഷമാണ് രാജ്യത്തിന്റെ ഭരണം കൈകാര്യം ചെയ്തതെന്ന് മോദി പറഞ്ഞു. കുടുംബവംശ രാഷ്ട്രീയം ഭരണഘടനയെ ദുർബലപ്പെടുത്തി. ഞാനിവിടെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല, എന്നാൽ ചില സത്യങ്ങൾ രാജ്യത്തിന് മുമ്പാകെ വയ്ക്കുകയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാനുള്ള ഒരു അവസരം പോലും പാഴാക്കിയിട്ടില്ല. 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ 55 വർഷവും ആ കുടുംബമാണ് രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെയും മോദി വിമർശിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ കറ ഒരിക്കലും മായ്ക്കാനാവില്ലെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു. ആദ്യം നെഹ്റു പാപം ചെയ്തു, പിന്നീട് ഇന്ദിരാഗാന്ധി തുടർന്നു. ഭരണഘടന തടസ്സമായാൽ അത് മാറ്റണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി. ഇതായിരുന്നു നെഹ്റുവിന്റെ നിർദ്ദേശം. 6 പതിറ്റാണ്ടിനിടെ 75 തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തത്. ഈ ശീലത്തിന്റെ വിത്ത് പാകിയത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അത് തുടർന്നു. 1971 ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്തു. സുപ്രീം കോടതിയിലൂടെ 1971 വിധിയെ അവഗണിച്ചാണ് ഇന്ദിരാഗാന്ധി ജുഡീഷ്യറിയുടെ അധികാരം കുറയ്ക്കുന്നതിനും പാർലമെന്റിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനുമായ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത്. കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു.
അതേസമയം കഴിഞ്ഞ ദിവസം പ്രിയങ്കയും രാഹുലിനെ പോലെ സഭയിൽ ഒരു ആന മണ്ടത്തരം കാണിച്ചു. പാർലമെന്റിലെ കന്നി പ്രസംഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത്. ലോക്സഭയിലെ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് പോലും പ്രിയങ്കയ്ക്ക് അറിയില്ല എന്ന വിമർശനവുമായി BJP രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ട്രോളുകൾ വന്നു തുടങ്ങിയിരുന്നു. ലോക്സഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ ഹിമാചൽ പ്രദേശ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും സൗഹൃദപരമല്ലാത്ത നയങ്ങൾ കൊണ്ട് ആപ്പിൾ കർഷകരുടെ ഉപജീവന മാർഗം അപകടത്തിലാക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. ഇതോടെ തന്നെ സ്വന്തം പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നതെന്ന് അറിയില്ലെന്ന വിമർശനവുമായി BJP രംഗത്തെത്തുകയായിരുന്നു. ഒരാൾക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കുന്നു. സർക്കാർ അദാനിക്ക് എല്ലാ കോൾഡ് സ്റ്റോറേജും നൽകി. ഹിമാചലിലെ ആപ്പിൾ കർഷകരാണ് കരയുന്നത്. കാരണം എല്ലാം ഒരാൾക്ക് വേണ്ടി മാറ്റുന്നു. ഒരാൾക്ക് വേണ്ടി 142 കോടി ഇന്ത്യക്കാർ അവഗണിക്കപ്പെടുന്നു. റെയിൽവേയും വിമാനത്താവളങ്ങളും ഉൾപ്പെടെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്ക് നൽകുന്നുവെന്നായിരുന്നു ലോക്സഭയിലെ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതേസമയം ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഹിമാചലിനെ പരാമർശിച്ച് പ്രിയങ്ക വിമർശനം നടത്തിയത്. പ്രാദേശിക കർഷകരുടെ ചെലവിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ മുൻനിര വ്യവസായികളെ സഹായിക്കുകയാണെന്നും രാജ്യത്തെ കർഷകർ ഒറ്റപ്പെടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയായിരുന്നു. അവർ ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നതെന്നും ഹിമാചലിൽ ഇന്ന് എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം മുൻനിര വ്യവസായികൾക്ക് അനുകൂലമാണെന്നും പ്രിയങ്ക പറഞ്ഞത്. ഇതോടെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോൺഗ്രസിന്റേതാണെന്ന് BJP അംഗങ്ങൾ പ്രിയങ്കയോട് പറയുകയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് തന്റെ വിമർശനമെന്നും അദാനിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നുമായിരുന്നു പ്രിയങ്കയുടെ മറുപടി. അതേസമയം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ കന്നി പ്രസംഗത്തിന്റെ ഒരു ഭാഗം പങ്കുവച്ചിട്ട് പരിഹാസവുമായി BJP IT സെൽ ഇൻചാർജ് അമിത് മാളവ്യ രംഗത്തെത്തിയിരുന്നു. സഹോദരൻ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയും അവബോധാവസ്ഥയിലാണെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണെന്നും രാഷ്ട്രീയ സർക്കസ് തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചിരുന്നു. സ്വന്തം സർക്കാരിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ പരിഹസിച്ച ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതേസമയം ജോർജ് സോറോസുമായി കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന BJP ആരോപണത്തിന് മറുപടിയായി പ്രിയങ്ക കിടന്ന് ഇഴഞ്ഞതും ചർച്ചയായിരുന്നു. അദാനി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ജോർജ് സോറോസിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ BJP വഴിതിരിച്ചു വിടുന്നതെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. പാർലമെന്റിലെ ചർച്ചയ്ക്ക് BJP താല്പര്യമില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. ഇത് ഏറ്റവും പരിഹാസ്യമായ കാര്യമാണ്. അവർ 1994 ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു രേഖയും ആർക്കുമില്ല. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ ഇത് ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു കാരണം അദാനി വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഒരു ചർച്ച നടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് ഒരു ചർച്ച നടത്താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ ഏതെങ്കിലും കാരണത്താൽ സഭ നിർത്തുന്നതെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. അതിനിടെ അദാനി വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയെന്ന സർക്കാരിന്റെ ആരോപണം കോൺഗ്രസ് MP മാണിക്യം ടാഗോർ തള്ളുകയും ചെയ്തു. അവർ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയും പാർലമെന്റിൽ അപകീർത്തികരമായ വാക്കുകൾ പറയുകയും ചെയ്തു. അവർ ഉപയോഗിച്ച അൺപാർലമെന്ററി വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. പാർലമെന്റ് പ്രവർത്തിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തന്റെ ശബ്ദം അടിച്ചമർത്തുകയാണെന്നും BJP MP നിഷികാന്ത് ദുബെയും പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.